ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ 13ാമത്തെ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും പുതിയ വേക്കൻസിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, 13ാമത്തെ അഡ്വൈസ് ആണ് വന്നത്. 13ാമത്തെ അഡ്വൈസിൽ 53 വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചത്. അതിൽ 30 ഫ്രഷും 23 NJDയും. അഡ്വൈസ് ഡേറ്റ് 21/4/2025 ആണ്. ഓക്കെ, അങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ MR നമ്പർ 5125 OCയിലാണ് അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു TPO ഉണ്ട്. MR നമ്പർ 5124 SS TPO ഉണ്ട്. അടുത്ത അഡ്വൈസ് അയക്കുന്നത് MR നമ്പർ 5124 SSക്കായിരിക്കും. പിന്നെ MR നമ്പർ 5127 OCക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്വൈസ് പോകുന്നത്. അപ്പൊ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഇനി അവിടെ OCBC പൊസിഷൻ നോക്കുമ്പോൾ OC ടോട്ടൽ 495 OC, അതുപോലെ തന്നെ 124 EWS, അങ്ങനെ 619 OCക്കും 618 BCക്കുമാണ് ഇപ്പം തൽക്കാലം അഡ്വൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം DAയിൽ LB ടോട്ടൽ 13, HI 13, LDCB 13, അങ്ങനെ ടോട്ടൽ 2120 അഡ്വൈസ് ആണ് ഇതുവരെ അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ കാസ്റ്റിന്റെയും ഓരോ എത്രയൊക്കെയാണ് പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ OC മെയിൽ 1733, ഫീമെയിൽ 1669, EWS 1806, ഫീമെയിൽ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. EBT OCയിൽ നിന്നാണ് മെയിൽ പോയിരിക്കുന്നത്, ഫീമെയിൽ 1672, SSC സപ്ലിമെന്ററി ലിസ്റ്റ് 51, മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 47, ഫീമെയിൽ. ST സപ്ലിമെന്ററി ലിസ്റ്റ് 96, മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 71, ഫീമെയിൽ. മുസ്ലിം 3274, മെയിൽ 3012, ഫീമെയിൽ. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 69 മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ്, മെയിൽ 45 സപ്ലിമെന്ററി ലിസ്റ്റ്, ഫീമെയിൽ. OBC 1723, മെയിൽ 1674, ഫീമെയിൽ. വിശ്വകർമ്മ 2079, മെയിൽ 2041, ഫീമെയിൽ. SIUC സപ്ലിമെന്ററി ലിസ്റ്റ് 17, മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 11, ഫീമെയിൽ. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 33, മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 30, ഫീമെയിൽ. ധീവര 3451, മെയിൽ 3269, ഫീമെയിൽ. ഹിന്ദു നാടാര് 3693, മെയിൽ 3586, ഫീമെയിൽ. DAയിൽ LB ടോട്ടൽ 23, HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, LDCP 36. ഇങ്ങനെ ടോട്ടൽ 2120 അഡ്വൈസ് ആണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി പുതിയ വേക്കൻസി സൈറ്റിൽ ആഡ് ആയിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 49 വേക്കൻസിയാണ് സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കുന്നത്. അതിൽ 14 വേക്കൻസി ബെബ്കോയിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ 2 NJD വേക്കൻസി ബെബ്കോയിൽ ഉണ്ട്. ഒരു NJD വേക്കൻസി കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലുണ്ട്. പിന്നെ 32 NJD വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്. ഇനി 49 വേക്കൻസിക്ക് കൂടാണ് അടുത്ത സൈറ്റിൽ ആഡ് ആയിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മളൊരു 14 വേക്കൻസി, അതായത് ബെബ്കോയിലുള്ള 14 വേക്കൻസികൾ നമ്മളൊരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് EBTയുടെ ഒരെണ്ണം അഡ്വൈസ് അയച്ച് നമ്മൾ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു അഡ്വൈസ് ചാർട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ 14 വേക്കൻസിയുടെ ഉള്ളിൽ 14 വേക്കൻസി, കാരണം അത് ഫ്രഷ് വേക്കൻസി ആയതുകൊണ്ടാണ് 14 വേക്കൻസി എന്ന് എടുത്തെടുത്ത് പറയുന്നത്. ബാക്കി ഉള്ളത് വാട്ടർ അതോറിറ്റിയിലും അതുപോലെ തന്നെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലും ബെബ്കോയിലുമുള്ള NJD വേക്കൻസി കണക്ക് കൂട്ടാതെ 14 വേക്കൻസിയുടെ റൊട്ടേഷൻ ചാർട്ടാണ് അതിനകത്ത്, ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ് ഇതിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് ഏകദേശം OC അടുത്ത 14 വേക്കൻസി വരുമ്പോൾ ഒരു 1687 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഫോർവേഡ് കാസ്റ്റ് ആണ്, അതായത് EWS ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ OC അവിടെ വരെയാണ് പോകാനുള്ള സാധ്യത ഉള്ളത്. ബാക്കി NJD കൂടെ വരുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് വ്യത്യാസം വരും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, NJD ഞാൻ കൂട്ടിയിട്ടില്ല. NJD കൂടെ കൂടുമ്പോൾ ഏത് കാസ്റ്റ് ഏത് BCക്കാണോ OCക്കാണോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടുമെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ റൊട്ടേഷൻ ഇടാൻ പറ്റില്ല. NJD അല്ല, NJD ഏതിനകത്താണ് OCക്കാണോ അതോ അല്ല BCക്കാണോ പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാം വരെ അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വെച്ച് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.